ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യതയിൽ ടെസ്ല സിഇഒ ഇലോൺ മസ്ക് പുതിയ സംശയങ്ങൾ ഉയർത്തിയ പശ്ചാത്തലത്തിൽ പ്രതിഷേധങ്ങൾ ആരംഭിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ 24-ന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിലടക്കം വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം. ഏത് തരത്തിൽ വേണം പ്രതിഷേധമെന്ന് സംബന്ധിച്ച് ഇന്ത്യ പാർട്ടികൾ യോഗം ചേർന്ന് തീരുമാനമെടുക്കും. പാർലമെന്റിന് പുറത്തും പ്രതിഷേധങ്ങൾ നടത്താൻ ആലോചനയുണ്ട്. വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ നൽകും. നോബിൾ, സുപ്രീം കോടതി വരെ പോയതാണ്. അക്കാര്യത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരാതികൾ ഉയരാറുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു ജനകീയ പ്രക്ഷോഭമാക്കി ഉയർത്തിക്കൊണ്ടുവരാനാണോ ഇന്ത്യ ബ്ലോക്ക് ഇപ്പോൾ ശ്രമിക്കുന്നത്? നികേഷ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങൾ ഉണ്ടായത് ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയപ്പോഴാണ്. ഏത് ഇലക്ട്രോണിക് ഉപകരണം ഹാക്ക് ചെയ്യാൻ കഴിയും എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് രാജ്യത്ത് വീണ്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സജീവ ചർച്ചയായത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് പിന്നാലെ ഈ വിഷയത്തിൽ കൂടുതൽ നിലപാട് കടുപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രധാനമായും നിലവിൽ ഇതുമായി ഉയർത്തിക്കൊണ്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക, അതോടൊപ്പം തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുക, കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ അടക്കം ഈ വിഷയം ഉന്നയിക്കുക എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു നിലപാട് എന്ന് അറിയാൻ കഴിയുന്നു. 24-നാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏത് തരത്തിലായിരിക്കണം ഈ വിഷയം ഇനിയിപ്പോൾ പാർലമെന്റിൽ ഉന്നയിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ അന്ന് ചർച്ചയിൽ ഉണ്ടാകും. എന്താണെങ്കിലും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ, പ്രധാന പാർട്ടിയായ കോൺഗ്രസിന് പിന്നാലെ തന്നെ സമാജ്വാദി പാർട്ടിയും ഈ വിഷയത്തിൽ വിമർശനവുമായി ഇന്നലെ തന്നെ രംഗത്തേക്ക് വന്നിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണം എന്തായിരുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇന്നലെ വ്യക്തമാക്കിയത്. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തര സംശയങ്ങളും അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം ഉന്നയിക്കപ്പെടുകയും ചെയ്തത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് പാർലമെന്റിനകത്ത് കൂടുതൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ വിഷയം സുപ്രീം കോടതി അടക്കം പോയെങ്കിലും പിന്നീട് അവിടെ നിന്നുൾപ്പെടെ ഇതിൽ മറ്റ് തീരുമാനങ്ങൾ ഒന്നും ഇല്ലാതെ അവസാനിക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇതിൽ നൽകിയ മറുപടിയിൽ സുപ്രീം കോടതി അടക്കം തൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നിലവിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വീണ്ടും സജീവ ചർച്ചയിലേക്ക് എത്തുന്നു. അതേസമയം BJPയുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഇതിൽ ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മറ്റു രാജ്യങ്ങളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല. കാരണം ഇതിന് വൈഫൈയോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അടക്കമുള്ള ഒരു സംവിധാനവുമായി കണക്ട് ചെയ്യാൻ കഴിയാത്തൊരു ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തരത്തിലുള്ള ഹാക്കിംഗ് നടക്കില്ല എന്നാണ് ഇതിൽ BJP നേതാക്കൾ, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഇന്നലെ പ്രതികരിച്ചത്. അതേ നിലപാട് തന്നെയായിരിക്കും ഈ വിഷയത്തിൽ BJP എന്താണെങ്കിലും ഇനി സ്വീകരിക്കാൻ പോകുന്നത്. അതേസമയം യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകളും ഈ വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. നികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നോബിൾ മാരിക്കാരൻ. ബിഹാർ